ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇന്നത്തെ വെയിറ്റ് 88.700 ആണ്. ഇന്നലെ എൻ്റെ വെയിറ്റ് 89.800 ആയിരുന്നു. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യം നമുക്ക് ട്രെഡ്മില്ല് ഒന്ന് യൂസ് ചെയ്യാം. ഞാൻ മാനുവൽ ട്രെഡ്മില്ലാണ് യൂസ് ചെയ്തത്. പിന്നെ ഞാൻ പഞ്ചിങ് ബാഗിൽ ഒന്ന് പഞ്ച് ചെയ്തായിരുന്നു. കാർഡിയോ തന്നെയാണ് കൂടുതൽ ചെയ്തത്. കാലത്തെ തന്നെ ജിമ്മിൽ വരുന്നത് വളരെ നല്ലതാട്ടോ. മൈൻഡിന് ഒരു റിഫ്രഷ്മെന്റ് കിട്ടും. ഡേ ഫുള്ള് എനർജറ്റിക് ആകും. ഇന്നലെ ചെയ്തതൊക്കെ തന്നെയാണ് ഇന്നും ചെയ്തത്. എല്ലാ എക്യുപ്മെന്റ്സിലും കയറുമ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇന്നലെ ഷൂ ഇടാൻ മറന്നു, ഇന്ന് ഇട്ടിട്ടുണ്ട്. അതിന്റെ വ്യത്യാസമാണ്. സീറ്റഡ് റോയിൽ അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ എൻ്റെ കാലിങ്ങനെ തെന്നി പോരുമായിരുന്നു. ഇന്നലത്തെ വീഡിയോസ് കണ്ടവർക്ക് അത് മനസ്സിലാവും. നിങ്ങൾക്ക് തോന്നിയോ? എല്ലാവരും ജിമ്മിൽ പോകുമ്പോൾ നിർബന്ധമായും കൊണ്ടുപോകേണ്ട ഒന്നാണ് ടവൽ അല്ലെങ്കിൽ ടർക്കി. ഞാൻ ഇന്ന് കൊണ്ടുപോയില്ല, മറന്നുപോയി. സാധാരണ മറക്കാറില്ല. നെക്സ്റ്റ് ഡേ ഓൺവേഴ്സ് കൊണ്ടുപോയിരിക്കും എന്തായാലും. അത് കാരണം ഇന്നലെ ചെയ്ത പല എക്യുപ്മെന്റ്സും ഇന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലെഗ് പ്രസ്, അതുപോലെ ലെഗ് എക്സ്റ്റൻഷൻ, അതൊന്നും ഞാൻ യൂസ് ചെയ്തില്ല. അത് കാരണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയാൻ മടിക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണാൻ പറ്റും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് പ്രീച്ചർ കേൾ. ഞാൻ എൻ്റെ ബൈസ് മസിൽസ് വന്നോ എന്ന് നോക്കുന്നതാണ് അത്. നല്ലപോലെ മസിലൊക്കെ വരുത്തി എടുക്കണം എനിക്ക്. ഡേ ബൈ ഡേ നമുക്ക് ഓരോ മസിൽ വരാനുള്ള നേരമായില്ലെങ്കിൽ നമുക്ക് മസിലാണല്ലോ ഒരു ഇത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വർക്കൗട്ട് ചെയ്തിരുന്ന കാരണം മാത്രമാണ് ഞാനതൊന്ന് നോക്കിയത്, മസിൽ ആയോ ഇല്ലയോ എന്നൊക്കെ. അതുപോലെ നമ്മളിപ്പോൾ ലാറ്റ് പുള്ള് ചെയ്യുന്നത്, ഇന്നലെ നമ്മൾ ലാറ്റ് പുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാറ്റ് പുള്ള് ചെയ്താൽ നമുക്ക് നല്ലപോലെ ബാക്കിൽ ലാറ്റ് മസിൽസിനൊക്കെ നല്ലതാണ്. ഇനിയും ജിം വീഡിയോസ് ആയിട്ട് വരാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.